ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് കാക്ക വല്ലതും മലന്ന് പറക്കും. വേറൊന്നുമല്ല, എല്ലാവരും കൂടെ അനുവിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ക്യാപ്റ്റൻസിലേക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസർവിംഗ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് അനു. ഇത്രയും ദിവസമായിട്ട് ടാസ്കുകളൊക്കെ നല്ലതുപോലെ ചെയ്തിട്ട് പോലും ഇവരാരും ഈ അനുവിനെ ക്യാപ്റ്റൻസിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നില്ല. ഇന്ന് എന്തായാലും അർഹതപ്പെട്ട ആൾക്ക് തന്നെ ഈ ക്യാപ്റ്റൻസിയിലേക്ക് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സാബുമാൻ ഉണ്ടായിരുന്നു. സാബുമാന് ഓക്കെ, കുഴപ്പമില്ല. കാരണം ഈ കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്ക് ഒക്കെ പുള്ളിക്കാരൻ നല്ലോണം ചെയ്തിട്ടുണ്ട്. അതുപോലെ ആര്യൻ, അനുമോള്. അപ്പം ഈ ആഴ്ചയാണ് ഇവർ ക്യാപ്റ്റൻസി മത്സരത്തിലേക്ക് കറക്റ്റായിട്ട് ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുന്നത്, ടാസ്കിൻ്റെ അടിസ്ഥാനത്തിൽ കേട്ടോ. ഇങ്ങനെ വേണം നോമിനേറ്റ് ചെയ്യാൻ. ആര്യൻ നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്. ആര്യനും ക്യാപ്റ്റൻസിലേക്ക് അർഹതപ്പെട്ട ആളാണ്. അതുപോലെ സാബുമാനും അർഹതപ്പെട്ട ആളാണ്. അതുപോലെ അനു എന്തേ അർഹതപ്പെട്ടാണ്. പുള്ളിക്കാരി ആരും നോമിനേറ്റ് ചെയ്യുന്നില്ല, ക്യാപ്റ്റൻസിലേക്ക് ആരും സെലക്ട് ചെയ്യുന്നില്ല. അതാണ് പറ്റിയത്. എന്തായാലും ഇന്ന് പുള്ളിക്കാരിയുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു. കാരണം അനുവിനും ആഗ്രഹം ഉണ്ടായിരുന്നു. അനു കഴിഞ്ഞ ക്യാപ്റ്റൻസി മത്സരം വന്ന സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ക്യാപ്റ്റൻ ആവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ ഞാൻ ക്യാപ്റ്റൻ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പുള്ളിക്കാരിക്ക് ആ ഒരു അവസരം കിട്ടി. അപ്പം ഇവിടെ അതല്ല ആലോചിക്കുന്നത്, ഈ ആദിലയ്ക്ക് നൂറയ്ക്ക് എന്ത് പറ്റിയടേ. സാധാരണ അനുവിന് ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും സപ്പോർട്ട് ചെയ്യുന്നതല്ല. പക്ഷേ ഇതിൽ ക്യാപ്റ്റൻസിയിലേക്ക് അനുവിനെ രണ്ടുപേരും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അവരുടെ ഗെയിമിൻ്റെ പ്ലാൻ ആയിരിക്കാം, ചിലപ്പം അറിയത്തില്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞ ആഴ്ചയെല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു. കാരണം കഴിഞ്ഞ ആഴ്ചയൊന്നും അത്രയും ടാസ്ക് നല്ലപോലെ ചെയ്തിട്ട് പോലും ഈ ആദില ആയിക്കോട്ടെ നൂറെ ആയിക്കോട്ടെ ഇവരാരും അനുവിനെ സപ്പോർട്ട് ചെയ്തില്ല. അതുപോലെ നല്ല ടാസ്കിൻ്റെ കാര്യത്തിലായാലും ടാസ്ക് നല്ലോണം പെർഫോം ചെയ്താൽ പോലും ഇവരാരും കൂടെ നിന്ന് ചങ്കുകളാന്ന് പറയുന്നതല്ലാതെ ഇവരാരും കോയിന് ഒന്നും കൊടുക്കത്തില്ല. ഇവർ നോക്കിക്കോണം, ഇവരെ ഗ്രൂപ്പിസം നോക്കിക്കോണം. ഈ ആദിലയുടെ നൂറയുടെ ഗ്രൂപ്പ് എന്തുകൊണ്ട് ഇവർ ക്യാപ്റ്റൻസി മത്സരത്തിലേക്ക് അനുവിനെ നോമിനേറ്റ് ചെയ്തു? എന്തുകൊണ്ട് ഇവർ ഈ ടാസ്ക് നന്നായി കളിച്ചതിൻ്റെ പേരിൽ ഡാൻസ് മാരത്തൺ ടാസ്ക് ഉണ്ടല്ലോ, ആ ടാസ്ക് ഏറ്റവും നല്ലപോലെ കളിച്ചത് അനുവാണ്. പക്ഷെ അവിടെ എന്തുകൊണ്ട് ഇവരാരും കോയിൻ കൊടുത്തിട്ടില്ല? 2 കോയിനേ കൊടുത്തിട്ടുള്ളൂ. ഈ അനീഷാണ് 3 കോയിൻ കൊടുത്തിട്ടുള്ളത്. ഈ ആദിലെ നൂറെ അനുവിന് 2 കോയിനേ കൊടുത്തിട്ടുള്ളൂ. അതാണ് ഇവരെ ഇരട്ടത്താപ്പ് നോക്കിക്കോണം. അപ്പം എന്തായാലും രണ്ടുപേരും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. കാക്ക വല്ലതും മലന്ന് പറക്കും. ഞാൻ വിചാരിച്ചു കേട്ടോ ഇവർ ചെയ്തില്ലായിരിക്കുന്നു. അപ്പം ഇവിടെ ക്യാപ്റ്റൻസിലും ഗ്രൂപ്പിസം കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചാണ്. പക്ഷേ ജയിൽ നോമിനേഷനകത്ത് പക്ക ഗ്രൂപ്പിസം കാണിച്ചിട്ടുണ്ട് എല്ലാവരും കേട്ടോ. അനീഷിനെ എല്ലാവരും ഈ വട്ടവും ജയിലിൽ പറഞ്ഞു വിട്ട്. അത് വേറൊരാളാണ്. സത്യം പറഞ്ഞാൽ അനീഷ് ഈ വട്ടം ജയിലിൽ പോകാൻ അർഹനല്ലായിരുന്നു. വേറെ എത്രയോ ഈ വീക്കിലി ടാസ്ക് മോശമായിട്ട് കളിച്ച ആൾക്കാരുണ്ട്, അത് കളിക്കാതെ പിന്മാറി നിന്ന ആൾക്കാരുണ്ട്. അവരൊക്കെയായിരുന്നു ജയിലിൽ പോകാൻ അർഹതപ്പെട്ട ആൾക്കാർ. പക്ഷേ ജയിൽ നോമിനേഷനകത്ത് നല്ല രീതിയിൽ ഗ്രൂപ്പിസം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ക്യാപ്റ്റൻസിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഗ്രൂപ്പിസം ഇല്ലായിരുന്നു. കറക്റ്റ് ആൾക്കാരെ തന്നെയാണ് ക്യാപ്റ്റൻസിലേക്ക് മത്സരിക്കാൻ വിട്ടിട്ടുള്ളത്. അനു ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്യും കേട്ടോ. ഇന്ന് ഷാനവാസ് ആദിലയുടെ ക്യാപ്റ്റൻസിയെ പറ്റിയിട്ട് ഒന്ന് പുകഴ്ത്തുന്ന കണ്ടായിരുന്നു. കാരണം ആദില കുറച്ചുകൂടെ ഉത്തരവാദിത്വം വന്നു. വെളിയിൽ കിടക്കുന്ന ഡ്രസ്സ്, വെളിയിലൊക്കെ വാരി വലിച്ചിട്ടിരുന്ന ഡ്രസ്സൊക്കെ അതെല്ലാം അകത്തടുക്കി പറക്കി വെച്ചു. ഇപ്പോൾ വെളിയിലൊന്നുമില്ല, കുറച്ചുകൂടെ ഉത്തരവാദിത്വം വന്നു, ആള് നല്ലൊരു ഇതായി എന്നൊക്കെ പറഞ്ഞിട്ട് വാനോളം പുകഴ്ത്തി പെങ്ങളെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് ഞാൻ കണ്ടായിരുന്നു. നമുക്കറിയാം ഇതൊക്കെ പ്രേക്ഷകർക്കല്ലേ അറിയൂ, ലൈവ് കണ്ട ആൾക്കാർക്ക് അറിയാം അതിൽ എന്തുകൊണ്ട് ആ ഡ്രസ്സൊക്കെ എടുത്ത് അകത്തിട്ടെന്ന്. ലൈവ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം തരികിടെ സാബു പോയല്ലോ, സാബു പറഞ്ഞിട്ടാണ് ഈ ആദില ഡ്രസ്സൊക്കെ എടുത്ത് അകത്തിട്ട്. ആദിലെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്തുകൊണ്ട് രാവിലെ എണ്ണിക്കുന്നില്ല, ക്യാപ്റ്റൻ അല്ലേ രാവിലെ എണ്ണിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദിലെ സാബു വിളിച്ച് വെളിയിൽ കൊണ്ട് വന്നിട്ട് ഇതിന്റെ ഫ്രണ്ടിലോട്ടൊന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ കാണുന്ന ഫ്രണ്ടിൽ നിന്നാണ് ബിഗ് ബോസിൽ രാവിലെ തുടങ്ങുന്നത്. സോങ്ങോടുകൂടി സൂം ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ തുണികളെല്ലാം കഴുകി ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയാണ് ക്യാമറയിൽ കൂടെ കാണിക്കുന്നത്? അതല്ല, ഇത് സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരെ പരസ്യങ്ങളും കാര്യങ്ങളും അതൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ മാരുതിയുടെ പരസ്യമുണ്ട്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ഈ മാരുതിയുടെ ഓണറൊക്കെ ഈ പരസ്യത്തിന് വേണ്ടിയിട്ടല്ലേ കാണാതിരിക്കുന്നത്? അപ്പോൾ ഈ തുണികളൊക്കെ കിടക്കുമ്പോൾ ഇതെങ്ങനെ അവർ കാണും? ഇതൊക്കെ നഷ്ടം ഉണ്ടാക്കുന്ന പരിപാടിയല്ലെന്നൊക്കെ പറഞ്ഞ് സാബുവാണ് പറഞ്ഞിട്ട് ആ ഡ്രസ്സ് അകത്ത് കൊണ്ട് ഇടിയിപ്പിച്ചത്. അപ്പോൾ ഇതൊന്നും അറിയാതെ ഷാനവാസ് അവിടെ ഇരുന്നിട്ട് വാനോളം ഒരു പൊഴുത്തി വിടുന്നുണ്ട്. എന്തായാലും കൊള്ളാം. പക്ഷെ ഇവിടെ അനു ക്യാപ്റ്റനായി വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാർ കുറേ ഉത്തരവാദിത്തങ്ങൾ ചെയ്യും കേട്ടോ. നല്ല നീറ്റായിട്ട് ചെയ്യും. കാരണം ടാസ്കിനകത്തൊക്കെ നമ്മൾ നോക്കിയാൽ മതി, പുള്ളിക്കാർ നല്ല അടിപൊളിയായിട്ടാണ് ടാസ്കൊക്കെ ചെയ്യുന്നത്. അപ്പം എല്ലാ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യും എന്ന് വിചാരിക്കുന്നു. പിന്നെ കുറേ കോണ്ടന്റ് കിട്ടും കേട്ടോ, അതിൽ ഒരു ഡൗട്ടും ഇല്ല. മിക്കവാറും കാരണം അനു ഇപ്പം ഒന്നാമത് അനുവും
നെവിനും തമ്മിൽ ഇപ്പം ഇച്ചിരി നെവിന് അനുവിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പം ഇഷ്ടമല്ല. അപ്പം നെവിനും അനുവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുവഴി കുറച്ച് കണ്ടന്റ് കിട്ടും. അതുപോലെ അനുവും അനീഷും തമ്മിൽ ചിലപ്പോൾ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. അതുവഴി ചിലപ്പോൾ ചെറിയ കണ്ടന്റ് കിട്ടും. ചിലപ്പോൾ അനീഷ് ചിലപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള റിപ്പീറ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അതൊക്കെ ഒരു വഴക്കാവാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും അനുവിൻ്റെ ക്യാപ്റ്റൻസി നമുക്ക് നോക്കാം എങ്ങനെ ആവും എന്ന്. പിന്നെ ഇവർ ഇന്നൊരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അനീഷും നെവിനും തമ്മിലുള്ള ഒരു വഴക്ക്. അതെനിക്ക് തോന്നുന്നു ഇവർ ക്യാപ്റ്റൻസി മത്സരത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ വഴക്കുണ്ടാകുന്നത്. അവിടെ മറ്റുള്ള ആൾക്കാരെല്ലാം വെളിയിൽ നിരന്ന് നിൽപ്പുണ്ട്. അപ്പം എല്ലാവരും ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. അതിനകത്ത് നെവിൻ മാത്രം കുറച്ച് ഫ്രണ്ടിലൂടെ കയറിയാണ് നിൽക്കുന്നത്. തൊട്ടുപിറവിൽ അനീഷുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അനീഷിന് അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടായിരിക്കാം. കാരണം നെവിൻ മാത്രം കുറച്ച് ഫ്രണ്ടിലോട്ട് കയറുന്നപ്പോൾ അനീഷിന് ചിലപ്പം കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ അവിടെ വന്നു. അപ്പോൾ ഈ നെവിനോട് അനീഷ് മാറാൻ പറഞ്ഞിട്ട് അനീഷ് ഇങ്ങനെ പുറത്ത് പിടിച്ചിട്ട് ഇങ്ങനെ തട്ടുന്നുണ്ട്, മാറാനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അത് നെവിന് ഇഷ്ടപ്പെടുന്നില്ല. നെവിൻ പുറത്തുനിന്ന് വിറോ എന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ തട്ടി മാറ്റി യൂസ്ലെസ് എന്ന് അങ്ങനെ കണ്ടതൊക്കെ വിളിച്ചിട്ട് തള്ളി മാറ്റി കളയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് നെവിൻ കുറച്ച് ഫ്രണ്ടിലോട്ടാണ് കയറി ചെയ്യുന്നത്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ച് ഇച്ചിരി ഫ്രണ്ടിലോട്ടാണ് കയറി ചെയ്യുന്നത്. അനീഷിനൊരു മറവായിട്ടാണ് നിൽക്കുന്നത്. അപ്പം അനീഷ് അവിടെ നിന്ന് പറയുന്നുണ്ട്, എന്നെ ക്യാമറ കാണുന്നില്ല, എനിക്ക് ക്യാമറ കാണണം, എന്നെ കാണത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നെവിൻ പറയുന്നുണ്ട്, അവിടെ മാത്രമല്ല, ഫ്രണ്ടിൽ മാത്രമല്ല ക്യാമറ ഉള്ളു, അവിടെ എല്ലാം ക്യാമറയുണ്ട്, 4 ചുറ്റും ക്യാമറയുണ്ട്, അവിടെ ഇങ്ങനെ നിന്നാൽ മാത്രമേ ക്യാമറ കാണത്തുള്ളൊന്നുമില്ല, എങ്ങനെ നിന്നാലും ക്യാമറ കാണുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അവിടെ നല്ല രീതിയിൽ വഴക്കുണ്ടാവുന്നു. അക്ബർ അവിടെ നിന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സംഭവം കോമഡിയാണ്. പിന്നെ നെവിൻ ഇച്ചിരി ഫ്രണ്ടിലോട്ടാണ് കയറി ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ കുറേ ആൾക്കാർ നെഗറ്റീവൊക്കെ പറയുന്നുണ്ട്, ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നെവിൻ ഇപ്പം കുറച്ച് ഓവർ ആവുന്നുണ്ടേ, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ലൈവിനകത്തൊക്കെ നെവിൻ ഇച്ചിരി ഓവറാണ്. കാരണം ഇന്നലെ തന്നെ ലൈവിനകത്ത് അനുവിനെ പറ്റി പറഞ്ഞായിട്ടില്ലായിരുന്നു. അനു പാമ്പാണ്, അടുത്തൂടെ പോയാൽ തന്നെ വിഷം തീനി മരിക്കും, അത്രയ്ക്കും വിഷമുള്ള മൂർഖനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം പുള്ളിക്കാരൻ എന്തൊക്കെയോ പേഴ്സണലായിട്ടുള്ള ഈ നോമിനേഷൻ ചെയ്തതിൻ്റെ പേരില്ല. ഈ ഇന്നലെ വരെ എനിക്ക് തോന്നുന്നു അനുവിൻ്റെ അടുത്തായിരുന്നു ഇത്രയും ദേഷ്യം തോന്നുന്നു. കാരണം കഴിഞ്ഞ വീക്കിൽ അനു നോമിനേറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഇന്ന് അനീഷിനോടാണ് ദേഷ്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ഒന്ന് നോമിനേറ്റ് ചെയ്ത് നെവിനെ, അതിൻ്റെ പേരിൽ ഇന്ന് അനീഷിനോടാണ് ഈ ഒരു വൈരാഗ്യം വയ്ക്കുന്നത്. സത്യം പറഞ്ഞാൽ നെവിൻ ഒരു ഞാൻ നോക്കിയിട്ട് നെവിനാണ് ഇവിടുത്തെ മൂർഖൻ. കാരണം ഓരോ വട്ടം ആൾക്കാർ നോമിനേറ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് നെവിൻ അതൊരു പക മനസ്സിൽ കൊണ്ടുവച്ച് കിടക്കുന്നത്. പക്ഷെ അത് നല്ലൊരു സ്വഭാവമല്ല, നല്ലൊരു ക്യാരക്ടർ അല്ല അത്. അങ്ങനെ പക മനസ്സിൽ കൊണ്ടുവച്ച് പെരുമാറുന്നേ, അതൊരു ഗെയിമാണ്. ആ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോമിനേറ്റ് ചെയ്യേണ്ടതായിട്ട് ഒരുകൂടെ. കഴിഞ്ഞ ദിവസം വരെ, ഇന്നലെ വരെ അനുവിൻ്റെ അടുത്തായിരുന്നു ഈ നെവിന് ദേഷ്യം. ഇന്ന് അത് അനീഷിലേക്ക് മാറി. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങോട്ട് മുമ്പിലോട്ട് കയറി എന്നതും അവിടെ ഒരു ഇത് വഴക്കുണ്ടാവാൻ വേണ്ടി തന്നെ കയറി ഇന്നയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അത്രയും പേര് നല്ല കറക്റ്റായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ നെവിൻ മാത്രം എന്താണ് ഫ്രണ്ടിലോട്ട് മാത്രം കയറിയിരിക്കുന്നത്? അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതൊരു അവിടെ ഒരു വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ കയറി എന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത് കണ്ടപ്പോഴത്തേക്ക്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം